എല്ലാവർക്കും നമസ്കാരം. വാർത്താവിശേഷങ്ങളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമുക്കറിയാലോ, കഴിഞ്ഞ 2 മാസമായി, അതായത് മെയ് മാസം 18-ാം തീയതി വി ഡി സതീശൻ സർക്കാർ അധികാരമേറ്റ ആ ദിവസം മുതൽ സതീശനെതിരെ, അല്ലെങ്കിൽ മൊത്തത്തിലുള്ള ആ സതീശൻ ടീമിനെതിരെ, UDF ടീമിനെതിരെ CPM-കാർ വെടിവെച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇവരുടെ വെടികളൊന്നും സതീശന് ഏൽക്കുന്നില്ല, അല്ലേ? എത്ര വെടികൾ വെച്ചു. കാരണം വെടിവെക്കണമെങ്കിൽ തോക്കിൽ ഉണ്ട വേണം, അല്ലേ? ഉണ്ടയില്ലാതെ വെടിവെച്ചിട്ട് പുക വരും, ചിലപ്പം, അല്ലേ? പുക വരും. പക്ഷേ അതുകൊണ്ട് ആർക്കും ഒരു പരിക്കും പറ്റില്ല. അപ്പോൾ അതാണ് കഴിഞ്ഞ 2 മാസമായിട്ട് നമ്മൾ കണ്ടത്. എന്തൊക്കെ വെടികളായിരുന്നു? PM ശ്രീവെടി, പിന്നെന്താണ്, വിഴിഞ്ഞം വെടി, വിഴിഞ്ഞത്ത് വെടിയോട് വെടി, വിഴിഞ്ഞം വെടി, ബെക്കാടി വെടി. അങ്ങനെ ഈ വെടികളൊക്കെ ഇങ്ങനെ വെക്കുമ്പോൾ സതീശ് ഇങ്ങനെ കയ്യും കെട്ടി ഇങ്ങനെ നിൽക്കാണ്. വെക്കട വെടി, വെച്ചോ. നമ്മളെ ഏത് സിനിമയിലാണപ്പാ? മിഥുനത്തിലാണ് ഒന്നല്ലേ? മിഥുന സിനിമയിലല്ലേ ഇന്നസെന്റിന്റെ ഒരു നിപ്പുണ്ട് ഇങ്ങനെ, മറ്റേ ഇയാള് ഈ ഫ്യൂസ് വരാൻ വരുമ്പോൾ. അതേപോലെ ചെയ്യ് എന്ന രീതിയിലുള്ള ഒരു സാധനം ഉണ്ടല്ലോ. എനിക്കൊന്നും പറ്റാൻ പോകുന്നില്ല. നീയൊക്കെ നീ എന്ത് ഹലാക്കിലെ വെടിവെച്ചാലും. അപ്പം ഈ കോൺഗ്രസിനുള്ളിലുള്ള ചില ടീമുകൾക്ക് ഭയങ്കര സങ്കടം, അല്ലേ? കാരണം ഈ CPM-കാർ ഇങ്ങനെ പാവം ഉണ്ടല്ലാതെ വിഷമിക്കല്ലേ. അപ്പോൾ കുറച്ച് ഉണ്ടയാണ്ട് ഇറക്കി കൊടുത്താലോ? അപ്പോൾ ഉണ്ട ഇറക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ മാതൃക കാണിച്ചു തരാണെന്നറിയോ? ഉണ്ട വിദഗ്ധൻ VM സുധീരനാണ്. അപ്പോൾ VM സുധീരന്റെ കയ്യിൽ ഒരുപാട് ഉണ്ടുണ്ട്. അതായത് പണ്ട് ഉമ്മൻചാണ്ടിയെ തകർക്കാൻ വേണ്ടിയിട്ട്, ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞാൽ അറിയാലോ, അത്രയ്ക്കും ശക്തനായ ഉമ്മൻചാണ്ടിയെ വീഴ്ത്താൻ വേണ്ടിയിട്ട് സുധീരൻ പ്രയോഗിച്ച ഉണ്ടകളിൽ കുറച്ച് ബാക്കിയുണ്ട്. മൂപ്പര് ആ ഉണ്ട ആയുമായി എവിടെ എത്തി? CPM-ന്റെ അടുത്തെത്തി. എന്നിട്ട് പറഞ്ഞു, ഞാനതാ ഉണ്ടോ നിൽക്കുന്നു. അങ്ങനെയാണ് മൂപ്പരെ വക സുധീരൻ ഉണ്ട ഇറക്കി കൊടുത്തു. ഈ സുധീരൻ ഉണ്ട എന്ന് പറഞ്ഞാൽ ഇതൊരു മദ്യവിരുദ്ധ ഉണ്ടയാണ്. ഇതാണ് മദ്യവിരുദ്ധ ഉണ്ട. അതായത് ഈ ബക്കാടി കമ്പനിയുമായി സതീശൻ എന്തോ ഒരു ധാരണ എത്തി. അത് പാടില്ല. ഈ വീര്യം കുറഞ്ഞ മദ്യമൊന്നും കേരളത്തിൽ പാടില്ല. വീര്യം കൂടിയത് മാത്രം മതി. വീര്യം കുറഞ്ഞതിന് അങ്ങനെ നികുതിയൊന്നും കുറയ്ക്കണ്ട എന്ന് പറഞ്ഞിട്ട് സുധീരന്റെ ഉണ്ട. ഈ ഉണ്ട എടുത്തിട്ട് CPM-മാര് പടപട വെടിവെക്കാൻ തുടങ്ങി. പക്ഷെ ഈ ഉണ്ടയൊക്കെ കാലഹരണപ്പെട്ടു പോയി. ഈ ഉണ്ടക്കൊക്കെ ഒരു പ്രവർത്തനക്ഷമത ഉള്ള ഒരു പീരിയഡ് ഉണ്ടാകുമല്ലോ. ഇതൊക്കെ എന്താ പറയാ, ആ കാലാവധിയൊക്കെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ, അല്ലേ? എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു പോയ പഴയ ഉണ്ട വെടിവെച്ചിട്ട് ഒരു കാര്യമില്ല. അങ്ങനെ സുധീരന്റെ ഉണ്ട പോയി. സുധീരന്റെ ഉണ്ട പോയപ്പോഴാണ് കോൺഗ്രസ്സുകാരാകെ പ്രശ്നത്തിലായത്. പാവം CPM-മാര് സഹായിക്കട്ടെ. അപ്പോഴാണ് കോഴിക്കോട്ടെ ഒരു ഉണ്ട സ്പെഷ്യലിസ്റ്റ് ഉണ്ട്. ആരാണത്? PM നിയാസ് എന്നാ പേര്. PM നിയാസ്. ഈ PM നിയാസ് ഒക്കെ ആരാണെന്ന് കോൺഗ്രസ്സുകാർക്ക് പോലും അറിയില്ല. കോൺഗ്രസ്സുകാർക്ക് പോലും സുധീരനെ പിന്നെ കോൺഗ്രസ്സിലെ ആൾക്കാർക്കറിയാം. കോൺഗ്രസ്സുകാർക്ക് മാത്രമല്ല, കേരളത്തിലെ ഒരുമാതിരി ആൾക്കാർക്കൊക്കെ VM സുധീരനെ അറിയാം. 1-ാം നമ്പർ കുത്തിത്തിരിപ്പുകാരനാണ്, ഉമ്മൻചാണ്ടിയെ പരാജയപ്പെടുത്തിയ ആളാണ് എന്നൊക്കെ എല്ലാവർക്കും അറിയുന്ന ആളാണ്. പക്ഷെ PM നിയാസ് എന്ന് പറയുന്ന ആളെ കുറിച്ച് അറിയില്ല. ഇങ്ങനെ ഒരാള് കോൺഗ്രസിനകത്ത് ഉണ്ടോ ഇല്ലേ എന്ന് പോലും അറിയില്ല. അമ്മാതിരി ഒരു തോൽവിയാണ് ഈ PM നിയാസ്. അപ്പോഴാണ് മൂപ്പര് കുറച്ച് ഉണ്ടയായിട്ട് വന്നു. അതെന്ന് പറഞ്ഞാൽ ഈ എന്താ പറയാ, ഒരു സംഘപരിവാർ വിരുദ്ധ ഉണ്ട. അതിന്റെ പേരെന്താണ്? സംഘപരിവാർ വിരുദ്ധ ഉണ്ട. അതായത് വി ഡി സതീശൻ ചെയ്ത ഒരു പാതകം എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ, ഈ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷണറായിട്ട് ശേഷാദ്രിനാഥിനെയാണ് എന്ത് ചെയ്തത്? സജസ്റ്റ് ചെയ്തത്. ശേഷാദ്രിനാഥൻ എന്ന് പറഞ്ഞാൽ ആരാണ്? അയാളൊരു സംഘപരിവാർക്കാരനാണ്. ആ ഉണ്ടയും കൊണ്ടിട്ട് നിയാസ് വന്നു. ഈ ഉണ്ട അങ്ങോട്ട് ചൊരിഞ്ഞു കൊടുത്തു. CPM-മാർക്ക് ഭയങ്കര ഹരായില്ലേ? CPM-മാരെടുത്ത് പൊട്ടിക്കാൻ തുടങ്ങി. മരുവൻ പൊട്ടിക്കാൻ തുടങ്ങി, അമ്മായിയച്ഛൻ പൊട്ടിക്കാൻ തുടങ്ങി. അങ്ങനെ പൊട്ടിക്കൽ. എന്ത് ചെയ്യാനാണ്? ആ ഉണ്ട പിടിക്കുമ്പോഴത്തേക്ക്, ആ ഉണ്ട തോക്കിന്റെ ഉള്ളിൽ ഇടുമ്പോഴത്തേക്ക് പൊടിഞ്ഞുപോയി. അമ്മാതിരി ഉണ്ടയാണ്. അപ്പം തന്നെ ഇവര് ഈ ഉണ്ടിറക്കിയ നിയാസിനെ തേടുന്ന എന്തുണ്ടയാണ് കൊണ്ടുവരുന്നത്? ഇതെന്തുണ്ടയാണ് തോക്കിന്റെ ഉള്ളിൽ ഇടാൻ പറ്റണ്ടേ? നിയാസിന്റെ പൊടി പോലും കണ്ടില്ല. നിയാസ് പോയി. അങ്ങനെ സുധീരനും ആകെ പരിഹാസ്യനായി. PM നിയാസും പരിഹാസ്യനായി. അപ്പോഴാണ് ഈ കെ എസ് യുവിലെ കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര
സങ്കടം. അയ്യോ സുധീരന്റെ ഉണ്ട ആണ്ട് എന്താ പറയാ ശരിക്ക് പ്രയോഗിക്കാൻ പറ്റിയില്ല. നിയാസ് ഇറക്കി കൊടുത്ത ഉണ്ടിയും പറ്റിയില്ല. എന്നാ പിന്നെ നമ്മക്കാണ്ട് ഉണ്ടിറക്കിയാലോ? അപ്പോഴാണ് നമ്മളെ അലോഷിക്ക് ആണ്ട് ധാർമ്മിക രോഷം. അലോഷി ഭയങ്കര എന്താ സംഭവമാണല്ലോ. KSUവിന്റെ കഴിഞ്ഞ 10 കൊല്ലം അറിയാലോ നിങ്ങൾക്ക്. 10 കൊല്ലം പിണറായി സർക്കാർ ഇവിടെ ഉണ്ടാക്കിയ എന്താ പറയാ തോന്നിയാസം പറഞ്ഞാൽ തീരൂല. പക്ഷെ അതൊന്നും KSUക്കാരൊന്നും കണ്ടില്ല കേട്ടോ. KSUക്കാരൊന്നും കണ്ടില്ല. എന്ത് KSUക്കാർ ഇവിടെ ഉറങ്ങല്ലേ? ഇനി ഉറങ്ങുമല്ലാന്ന് ബോധം കെട്ട് കിടക്കേന് KSUക്കാര്. അപ്പോഴാണ് ഇപ്പോഴാണ് എണീറ്റത്. ഈ സതീശൻ മുഖ്യമന്ത്രി ആയപ്പം KSUക്കാരൊക്കെ ഒന്നാണ്ട് എണീറ്റ്. സതീശൻ എങ്ങനെയാ മുഖ്യമന്ത്രി ആയി കാണുക? സതീശൻ പറ്റൂല. അതിന് നമ്മളെ ആള് അവിടെ ഉണ്ട്. ഇവിടെ ഡൽഹിയിൽ ഒരാളുണ്ട്. അത് KSUക്കാർ മുഴുവൻ കേട്ടോ. KSUക്കാർ മുഴുവനില്ല. ഈ അലോഷി എന്ന് പറഞ്ഞ ഈ അലോഷി ആരാണെന്നും കേരളത്തിൽ ആർക്കും അറിയില്ല. ഈ അലോഷിനെ നിയാസിനെ പോലെ തന്നെ ഈ ആരാണ് അപ്പൊ ഈ അലോഷി അല്ലേ? നമ്മൾ KSUവിന്റെ പല നേതാക്കന്മാരെയും മുമ്പൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ അലോഷി എന്ന് പറഞ്ഞ ഒരു സാധനം അതിൻ്റെ അകത്തുള്ളത് നമുക്കാർക്കും അറിയില്ല. അപ്പൊ അലോഷി വിചാരിച്ചു ഏതായാലും VM സുധീരന്റെ ഉണ്ട പോയി, നിയാസിന്റെ ഉണ്ട പോയി, ഉമ്മക്കാണ്ട് ഇറക്കിയാലോ എന്ന് വിചാരിച്ചിട്ട് മൂപ്പര് കുറെ ഉണ്ട താങ്ങി പിടിച്ച് കൊണ്ടുവന്നു. പഴയ SFI ഉണ്ട, ABVP ഉണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ടകൾ രണ്ട് പ്രത്യേകതരം ഉണ്ടകളാണ്. അതായത് SFI കാലത്തെ ഉണ്ട, ABVP കാലത്തെ ഉണ്ട. അത് മറ്റേ ഗവൺമെന്റ് പ്ലീഡർ ഉണ്ട. ആ ഉണ്ടയാണ്ട് ഇറക്കി കൊടുത്തു. വെച്ചോളി വെടി ഇതാ ഉണ്ട. അപ്പോഴത്തേക്ക് CPM ചാടി വീണു. അപ്പോഴാണ് നോക്കിയപ്പോ മനസ്സിലായത് ഈ ഉണ്ട അതിനേക്കാൾ അങ്ങേപ്പുറത്തെ ഒരു ഗുണമില്ലാത്ത തളുത്ത ഉണ്ട, ഐസും കട്ട പോലുള്ള ഉണ്ട. അത് തോക്കിന്റെ ഉള്ളിലേക്ക് കടക്കൂല്ല, ഒരു കാര്യമില്ലാന്ന്. എന്നാലും നമുക്കൊന്ന് നോക്കിയാൽ ഈ ഉണ്ടെടുത്ത് കണ്ടുവരെ കുറെ എറിഞ്ഞു നോക്കി. എവിടെ സതീശ ഇന്നസെന്റ് നിൽക്കണമായിരിക്കണം. നിന്നിട്ടും എറി അങ്ങനെ ഈ ഉണ്ടോന്നവരും നാറി, ഉണ്ട കയ്യിൽ എടുത്തോരും നാറി. ആകെ നാറ്റക്കേസാണ് എന്ന് പറഞ്ഞാൽ VM സുധീരൻ ഇപ്പൊ കർച്ചിലാണ്. കഴിഞ്ഞ ദിവസം കണ്ടില്ലേ VM സുധീരൻ അലോഷിനെ പിടിച്ചിട്ട് കരയാണ്. അയ്യോ എന്റെ അലോഷി ഉണ്ട പോയല്ലോ അലോഷി. അപ്പൊ അലോഷി സുധീരട്ടന്റെ ഉണ്ടിയും പോയി, എന്റെ ഉണ്ടിയും പോയി, നിയാസ് ഖാന്റെ ഉണ്ടിയും പോയി. ഉണ്ട അങ്ങനെ ഉണ്ടക്കഥകൾ പൊട്ടി. ഇതാണ് കോൺഗ്രസിലെ സംഭവം. അപ്പൊ ഇപ്പൊ സതീശനെ സംബന്ധിച്ചിടത്തോളം പെട്ടപ്പെട്ടാന്ന് വെട്ടി ഒരുപാടല്ലേ. ഈ നമ്മൾ ഈ സിനിമയില് രജനീകാന്ത് ഒക്കെ എങ്ങനെ കണ്ടിട്ടുള്ളൂ? വരുന്ന ഉണ്ടൊക്കെ എങ്ങനെ കൈകൊണ്ട് പിടിക്കുക അല്ലേ? പല്ലിന്റെ ഇടയിൽ പിടിക്കുക. ഇനിയിപ്പോ ആരാ ഉണ്ടയായിട്ട് വരുന്നത്? അപ്പൊ ഉണ്ടന്റെ ഒരു ഹോൾസെയിൽ ഡീലർ അവിടെ ഉണ്ട്. ഡൽഹിയിലുണ്ട് ഒരു ഉണ്ടയുടെ ഹോൾസെയിൽ ഡീലർ. മൂപ്പര് കാത്തിരിക്കുകയാണ്. മൂപ്പർ ആദ്യം തന്നെ ഈ പറയുന്ന ജൂനിയർ ടീമിലേക്കാണ് ഇറക്കിയത്. എല്ലാവരും എന്താ പറയാ അതിദയനീയമായി പരാജയപ്പെട്ട് കഴിഞ്ഞപ്പോൾ മൂപ്പര് ഇനി കാത്തിരിക്കുകയാണ്. എപ്പോഴാണ് ഇപ്പൊ നമ്മളിപ്പോൾ ഉണ്ടിയായിട്ട് വരേണ്ടത് എന്ന് ഡൽഹിയിലെ കാർണോല് കാത്തിരിക്കുകയാണ്. ഇതൊക്കെയാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. അപ്പൊ ഏതായാലും ഇനി അടുത്ത ഉണ്ട ആരുടേതാണ് എന്ന് മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ള പ്രശ്നം. ഏതായാലും ഈ ഞായറാഴ്ച എല്ലാവർക്കും ഒരു ഉണ്ടക്കഥയോടെ തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഉണ്ടക്കഥ അവതരിപ്പിച്ചത്. അപ്പോൾ അടുത്ത് നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.